യമനെ ആക്രമിക്കാൻ ഇസ്രായേൽ പുതിയ മേഖലയും പുതിയ തന്ത്രങ്ങളും തിരയുകയാണ്. പറയുന്ന കാര്യം, ചെങ്കടലുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ആക്രമണം നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ്. അതിൻ്റെ കാര്യം, അമേരിക്കയും യമനും തമ്മിൽ കരാറുണ്ടാക്കിയതുകൊണ്ട് ഈ മേഖല, ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖല 24 മണിക്കൂറും യമനികൾ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് രാജ്യം കടന്നുകൊണ്ട് യമൻ്റെ അതിർത്തി പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും അതല്ലെങ്കിൽ മിസൈലുകളും തകർന്നു വീഴാനോ അല്ല തകർക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മേഖല വലിയ സുരക്ഷിതമല്ല. യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പലപ്പോഴും ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും ആകാശം ഉപയോഗിച്ചാണ്. എന്നാൽ ഇസ്രായേലിന് ഈ രണ്ട് രാജ്യങ്ങളുടെയും ആകാശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം ഈ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം അത് തകരാൻ സാധ്യതയുണ്ട് എന്ന് അവരും വിലയിരുത്തുന്നു. ഇസ്രായേലിൻ്റെ ബെൻഗൂരിയൻ എയർപോർട്ട്, അഷ്കലോൺ, ടെൽ അവീവ്, ജെറുസലം എന്നീ നഗരങ്ങളും തന്ത്രപ്രധാനമായിരിക്കുന്ന എയർപോർട്ടുകളും നിരന്തരം ആക്രമിക്കുന്ന ഒരു തരത്തിലേക്കും സീപോർട്ട് പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തുന്നു. ശാശ്വതമായിരിക്കുന്ന ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ യമന് കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകണം. ആ തിരിച്ചടി ഏത് തരത്തിൽ നൽകും എന്നതിനെക്കുറിച്ചൊരു രൂപം കിട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.